ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമത്വം ഉറപ്പാക്കാനെന്ന പേരിൽ കൊണ്ടുവന്ന UGC സമത്വ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കുന്നു. അതായത് റെഗുലേഷൻ 3C ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഏകപക്ഷീയവും പൊതുവിഭാഗം വിദ്യാർത്ഥികളുടെ ഭരണഘടനാ അവകാശങ്ങളെ ഹനിക്കുന്നതുമാണെന്ന് ആരോപിച്ച് നൽകിയ ഹർജികളിലാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിലാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സർക്കാരിന്റെ തീരുമാനം അറിയിച്ചത്. വളരെ ശ്ലാഘനീയമായ പ്രവൃത്തി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഈ ഉത്തരേന്ത്യൻ മേഖലയിൽ പൊതു കാറ്റഗറിയിൽപ്പെട്ട ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലായിരുന്നു. അവരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സർക്കാർ അത് കേട്ടു. കേന്ദ്ര സർക്കാർ അതിൽ അടിയന്തര നടപടിയിലേക്ക് നീങ്ങുന്നു എന്നതിൽ അങ്ങേയറ്റം നന്ദിയോടെയാണ് കാണുന്നത്. വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. അവർ പറയുന്നത് നമ്മൾ കേൾക്കണം, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം. ഈ സർക്കാരും അത് തന്നെയാണ് ചെയ്യുന്നത്. വാർത്തയിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തുല്യ അവസരങ്ങളും അക്കാഡമിക് അന്തരീക്ഷവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതെങ്കിലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇത് വഴിവെച്ചത്. ഉത്തരേന്ത്യയിലെ മുന്നോക്ക പൊതുവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളും സംഘടനകളും ചട്ടങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധമുയർത്തി. റെഗുലേഷൻ 3C പ്രകാരം നിർവചിച്ചിരുന്ന വ്യവസ്ഥകൾ പൊതുവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നിഷേധിക്കുന്നതാണെന്നും വ്യാജ പരാതികൾ നൽകി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രധാന ആക്ഷേപം. ചട്ടങ്ങൾ പ്രഥമദൃഷ്ട്യാൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻപ് സുപ്രീം കോടതി ഇവ തടഞ്ഞിരുന്നു. തുടർന്ന് ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വവും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനായി മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. കേസിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ UGCക്ക് 4 ആഴ്ചത്തെ സമയം അനുവദിച്ച കോടതി കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസത്തേക്ക് മാറ്റി. ആക്ഷേപങ്ങൾ പരിഹരിച്ച എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും ക്ഷേമം ഉറപ്പാക്കുന്ന ഭേദഗതികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനം, ഡൽഹി.